ഹരേ രാമ ഹരേ കൃഷ്ണ. തേച്ചാലും മായ്ച്ചാലും മാറാത്ത കോടീശ്വര യോഗം. ജാതകത്തിലുള്ള നക്ഷത്രക്കാർ ഇവരാണ്. സമ്പാദ്യം എന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നു തന്നെയാണ്. എന്നാൽ ചില അവസരങ്ങളിൽ നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് നമുക്ക് പണം സമ്പാദിക്കുവാൻ സാധിക്കണം എന്നില്ല. എങ്കിലും ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കുക എന്നതാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ ചിലർക്ക് ധാരാളം പണം സമ്പാദിക്കുവാൻ സാധിക്കുകയും ചെയ്യും. കഷ്ടപ്പാടും അല്ലലും ഇല്ലാതെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുന്ന സമ്പാദ്യം ഉണ്ടാകണം. എന്നാൽ മറ്റു ചിലർക്കാകട്ടെ പണത്തിൻ്റെ കാര്യത്തിൽ അല്പം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നു. സാമ്പത്തികം എന്നത് അത്രയേറെ പ്രധാനപ്പെട്ട ഒന്നു തന്നെയാണ്. ജോലി ചെയ്യുക, അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുക, സുഖമായി ജീവിക്കുക എന്നതാണ് എല്ലാവരുടെയും ആഗ്രഹം. എന്നാൽ ചിലർക്ക് പാരമ്പര്യമായി സ്വത്തുവകകളും പണവും ലഭിക്കുമ്പോൾ ചിലർക്ക് അവരുടെ കാര്യം സ്വന്തമായി നോക്കേണ്ടി വരുന്നു. എന്നാൽ നിങ്ങളുടെ ജാതകപ്രകാരം സമ്പാദ്യയോഗം അഥവാ കോടീശ്വര യോഗമുള്ളവരുണ്ട്. അവർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മെയ് മാസത്തിലെ രാശിമാറ്റം ചില നക്ഷത്രക്കാർക്ക് നല്ല ഫലം കൊണ്ടുവരും. അത്തരത്തിൽ മെയ് മാസം മുതൽ കോടീശ്വരനാകാൻ യോഗമുള്ള നക്ഷത്രക്കാരാണ്. ഗ്രഹങ്ങളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ബുധനാണ്. ജ്യോതിഷത്തിൽ ചന്ദ്രൻ കഴിഞ്ഞാൽ ഏറ്റവും തിളക്കമുള്ള ഒന്നാണ് ബുധൻ. മെയ് മാസത്തിൽ 2 തവണ ബുധന് രാശിമാറ്റം സംഭവിക്കും. മെയ് 10-ന് ബുധൻ മേടം രാശിയിലെത്തും. 21 ദിവസം അവിടെ തുടർന്ന ശേഷം മെയ് 31-ന് ഇടവൻ രാശിയിൽ എത്തുകയും ചെയ്യും. ഒരു മാസം തന്നെ 2 രാശിമാറ്റം. ഈ രാശിമാറ്റം ചില ആളുകളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരും. അതുപ്രകാരമുള്ള നക്ഷത്രക്കാർക്ക് ഇത് അവരുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങളാണ് സമ്മാനിക്കുന്നത്. ഇനി ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ കോടീശ്വര യോഗം എത്തുന്നത് എന്ന് നോക്കാം. ആദ്യം മേടം രാശിക്കാരാണ്. പൊതുവെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം കൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടം വരുന്നത് ഈ രാശിക്കാർക്കാണ്. മെയ് 31-ന് ബുധൻ ധനഭാവത്തിലേക്ക് മാറുന്നു. ഇതിനാൽ തന്നെ ഈ രാശിക്കാർക്ക് ഏറെ സാമ്പത്തിക നേട്ടങ്ങളായിരിക്കും സമ്മാനിക്കുക. ബിസിനസ്, തൊഴിൽ എന്നിവയിൽ വലിയ നേട്ടങ്ങൾ സമ്മാനിക്കും. എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും ചെയ്യും. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ വളരെയധികം ഭാഗ്യം ഉണ്ടാവുന്നതാണ്. ധനസംബന്ധമായ തർക്കങ്ങൾ നിങ്ങളുടെ പരിഹരിക്കപ്പെടും. ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യത വളരെ ഏറെയാണ്. പോരാത്തതിന് വ്യവസായ മാറ്റങ്ങൾക്കും പുതിയ ബിസിനസ് സംരംഭങ്ങളിലേക്ക് കടക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ലാഭം കൂടുതൽ ലഭിക്കുകയും ചെയ്യും. മറ്റുള്ളവരുടെ മതിപ്പ് നേടാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. മറ്റുള്ള ആളുകളുടെ വളരെയധികം പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്നത് മൂലം ജീവിതത്തിൽ വളരെയധികം ഉയർച്ച ഉണ്ടാകുന്ന കാലമാണ് നിങ്ങൾക്കിത്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. ബുധന്റെ രാശിമാറ്റം ഈ രാശിക്കാർക്ക് അനുകൂല ഫലങ്ങളായിരിക്കും സമ്മാനിക്കുക. കർമ്മ വരുമാന മാർഗങ്ങളിലാണ് രാശിമാറ്റം. ഇതിനാൽ അനുകൂലമായ സമയമാണ് നിങ്ങൾക്ക്. ബിസിനസ്, ജോലിയുമായി ബന്ധപ്പെട്ട് വരുമാന വർധനവ് ഉണ്ടാകുന്നതാണ്. ഈ സമയം നിങ്ങളുടെ സൗഭാഗ്യം വളരെയധികം വർദ്ധിക്കും. ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വളരെയധികം ഭാഗ്യം വരുന്നതാണ്. ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഇത് നേടുവാൻ സാധിക്കും. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് വളരെയധികം നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വ്യവസായികൾക്കും നല്ല കാലമാണ്. നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന മനക്ലേശങ്ങളെല്ലാം മാറിക്കിട്ടും. ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്നും ധനം നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. ഇവർക്ക് മെയ് മാസത്തിലെ ബുധന്റെ രാശിമാറ്റം മൂലം അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും. സൗഭാഗ്യം വരും.
ഗ്രഹനിലയുടെ 9-ാം ഭാവത്തിലും കർമ്മഭാവത്തിലുമാണ് മാറ്റമുണ്ടാകുവാൻ പോകുന്നത്. ചെയ്യുന്ന പ്രവൃത്തിയിൽ വലിയ വിജയം നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. തൊഴിൽ സംബന്ധമായി വളരെയധികം ഉയർച്ച ഉണ്ടാകും. വിദേശത്ത് പോകുവാനുള്ള സാധ്യതയുണ്ട്. ജോലി മാറാനും സ്ഥാനക്കയറ്റവും ധനവർദ്ധനവും ഉണ്ടാകുകയും ചെയ്യും. ആഗ്രഹിച്ച കാര്യങ്ങൾ, വസ്തുക്കൾ എല്ലാം നിങ്ങൾക്ക് ഈ സമയത്ത് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ്. അനിഴം നക്ഷത്രം എന്നത് സൗഭാഗ്യങ്ങൾ ധാരാളമുള്ള ഒരു നക്ഷത്രമാണ്. വിവാഹത്തിൻ്റെ കാര്യത്തിൽ പോലും ഇവർക്ക് അനുകൂലമായ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്. ചെറുപ്പം അല്പം കഷ്ടപ്പാടിലും ദുരിതത്തിലും ആണെങ്കിലും വിവാഹം കഴിയുന്നതോടെ ജീവിതം വഴിമാറുന്നതാണ്. മാത്രമല്ല, പെട്ടെന്ന് ഇവരുടെ ജീവിതത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരും. എന്നാൽ പോസിറ്റീവ് ഫലത്തിനു വേണ്ടി ചിലപ്പോൾ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടാകും. എന്നാൽ ധനയോഗം ഇവർ ജീവിതത്തിൽ വൈകിയാണെങ്കിലും അനുഭവിക്കും. വാർദ്ധക്യം വരെ പണത്തിൻ്റെ കാര്യത്തിൽ മികച്ച സമയമായിരിക്കും നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. ധനം സമ്പാദിക്കുന്ന പോലെ തന്നെ ചിലവുകളും കൂടുതലായി കാണുന്നു എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് രേവതി നക്ഷത്രക്കാരാണ്. വളരെയധികം സാമ്പത്തിക നേട്ടങ്ങൾ കൊണ്ടുവരുന്ന നക്ഷത്രമാണ് രേവതി. ഏത് മേഖലയിലും ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യും. ജീവിതത്തിൽ പണത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രായം കഴിഞ്ഞാൽ ഇവർ മുന്നിൽ തന്നെയായിരിക്കും. എന്ത് കാര്യത്തിലും തൻ്റെ പൂർണ്ണത നൽകുന്നതിൽ ഇവർ മുന്നിൽ തന്നെയാണ്. ജീവിതത്തിൽ അത്രയേറെ സന്തോഷത്തോടെയാണ് ഇവർ ഓരോ കാര്യവും ചെയ്യുന്നതും തുടക്കമിടുന്നതും. മാത്രമല്ല, അല്പം കാത്തിരുന്നാലും ജീവിതത്തിൽ ധനനേട്ടം ഇവരെ ഇങ്ങോട്ട് തേടിയെത്തുകയും ചെയ്യും. വിവാഹം വരെ ഇവർക്ക് സൗഭാഗ്യങ്ങൾ നൽകുന്നതാണ്. അടുത്തത് പൂയം നക്ഷത്രക്കാരാണ്. പൂയം നക്ഷത്രക്കാർ അവരുടെ കഠിനാധ്വാനത്തിലൂടെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈശ്വരാനുഗ്രഹം ഇവർക്ക് എപ്പോഴും ഉണ്ടാവുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ ഇവരെ ഒരിക്കലും ആർക്കും തോൽപ്പിക്കുവാൻ കഴിയില്ല. അത്രയധികം അനുകൂല ഫലങ്ങൾ ഇവർക്കുണ്ടാകും. പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇവർക്ക് അനുഭവിക്കേണ്ടി വരുമെങ്കിലും ജീവിത സൗഭാഗ്യം ഇവർക്കൊപ്പം എപ്പോഴും ഉണ്ടാവുന്നതാണ്. പണത്തിൻ്റെ കാര്യത്തിൽ ഇവരിൽ ഉണ്ടാകുന്ന അനുകൂല മാറ്റം കുടുംബത്തെയും കൂടെ നിൽക്കുന്നവരെയും മികച്ചതാക്കുകയും ചെയ്യും. അടുത്തത് മകം നക്ഷത്രക്കാരാണ്. ജീവിതത്തിൽ വളരെയധികം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്ന നക്ഷത്രക്കാരാണ് മകം. വിവാഹശേഷം ജീവിതം തന്നെ മാറി മറിയുകയും ചെയ്യും. മക്കളുടെ വരുമാനത്തിൻ്റെ വലിയൊരു പങ്ക് നിങ്ങൾ സമ്പാദിച്ചതായിരിക്കും. വരുമാന സ്രോതസ്സുകൾ പലതും വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. ചെറുപ്പത്തിലെ ധാർഷ്ട്യം ഒഴിവാക്കിയില്ലെങ്കിൽ ജീവിതം പിന്നീട് കഷ്ടപ്പാടിൻ്റെതാകും. എന്നാൽ 35 വയസ്സിനു ശേഷം ഇവരുടെ കോടീശ്വര യോഗമാണ് തെളിയുന്നത്. ഒരിക്കലും സന്തോഷത്തോടെ അല്ലാതെ ഇവരെ കാണുന്നതിന് സാധിക്കുകയില്ല. ലക്ഷ്മി സാന്നിധ്യം എപ്പോഴും ഇവരോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തത് പൂരം നക്ഷത്രക്കാരാണ്. പൂരം നക്ഷത്രക്കാർക്ക് വാക്ചാതുര്യം പല കാര്യങ്ങളിലും കൂടുതലായിരിക്കും. ഇതാണ് ധനനേട്ടത്തിന് കാരണമാകുന്നത്. ജീവിതത്തിൽ സന്തോഷവും സൗഭാഗ്യവും സാമ്പത്തികവും ഒരുപോലെ ഇവരെ തേടിയെത്തുന്നതാണ്. ഇവർക്ക് നേതൃപാഠവും വളരെ കൂടുതലായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്നായിരിക്കും ഇവരുടെ വളർച്ച സംഭവിക്കുന്നതും. സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു കാരണവശാലും ഇവർക്ക് പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്നില്ല. എല്ലാവരെയും സഹായിക്കുകയും ചെയ്യുന്ന മനസ്കരാണ് ഇവർ. അടുത്തത് പൂരാടം നക്ഷത്രക്കാരാണ്. സമ്പന്നയോഗമുള്ള അവസാനത്തെ നക്ഷത്രമാണ് പൂരാടം എന്നത് ഓർത്തു വെക്കേണ്ടതാണ്. കാരണം അത്രയധികം സൗഭാഗ്യങ്ങളാണ് പൂരാടം നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതും. സാമ്പത്തികമായി ഒരു തരത്തിലും ഇവർക്ക് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നില്ല. പൂരാടം നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിൽ ഇവർ വീടിൻ്റെ ഐശ്വര്യമാണ് എന്നതാണ് സത്യം.
ധനത്തിൻ്റെ കാര്യത്തിൽ ഇവർക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നില്ല. ജന്മന സമ്പന്ന യോഗം ഏറ്റവും അധികമുള്ള 6 നക്ഷത്രക്കാരാണ് ഇവർ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.